നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു നിനക്കേശു പരാ. പടമോ ഓ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. നന്ദി കൊണ്ടെൻ്റെയുള്ളം നമ്മെ നിറയും നിൻ സന്നാമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാമോടെ സ്തുതി പാടിടും. ഓ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഒരിക്കൽ കൂടെ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഓ നന്ദി കൊണ്ടെൻ്റെയുള്ളം നമ്മെ നിറയും നിൻ സന്നാമോടെ സ്തുതി പാടിടുന്നേ. ദേവസന്നാമോടെ സ്തുതി പാടിടും. ഓ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശു പരാ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കാമോ? പരിശുദ്ധാത്മാവിന് ആരാധന കൊടുത്താട്ടെ. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം, അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ഈ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട നിമിഷം ആമേൻ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, ഇന്ന് ചിലരെ കർത്താവ് ആത്മീകമായി ആമേൻ അടുത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ്. ഹല്ലേലൂയ. അല്പസമയം ദൈവത്തിന് ആരാധന കൊടുക്കാമോ? Holy Spirit, move in our midst, God. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിന് തരുന്ന മഹത്വം, ദൈവത്തിന് തരേണ്ട ആരാധന ഈ വൈകുന്നേരത്ത് തരുമ്പോ ദൈവ സാന്നിധ്യം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ അപ്പാ. പരിശുദ്ധാത്മാവിന്റെ ചാലനം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാ വലിയ കാര്യം ഞങ്ങളുടെ നടുവിൽ ചലിക്കുന്ന കൃപകൾക്കായി നന്ദി അപ്പാ. We thank you, Holy Spirit. പരിശുദ്ധാത്മാവെ നന്ദിയോടെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുകയാണ്. എല്ലാ പുകഴ്ചയും അങ്ങേക്കപ്പാ, എല്ലാ ആരാധനയും അങ്ങേക്ക് തരുന്ന കർത്താവേ. ഹല്ലേലൂയ. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളെ അടിച്ച് ആത്മാവിന്റെ നിറവോടെ നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നിങ്ങനെ, ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, സർവം സ്തുതികൾക്കും യോഗ്യനായ യേശുവിനെ ആരാധിക്കാം. നമുക്ക് ആരാധിക്കുവാൻ കാരണമുണ്ട്, ദൈവത്തെ സ്തുതിക്കുവാൻ ധാരാളം കാരണം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കർത്താവിന് സന്തോഷത്തോടെ ഈ വൈകുന്നേരത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എനിക്കിന്ന രാത്രിയിൽ സന്തോഷത്തോടെ എനിക്ക് പറയാൻ കഴിയും, ആമേൻ സ്തോത്രം. നാശകരമായ കുഴിയിൽ നിന്നും, ആമേൻ കുഴഞ്ഞ ചേറ്റിൽ നിന്നും, മരണത്തിന്റെ പാശങ്ങൾ ചുറ്റിയപ്പോ അവിടെ നിന്നൊക്കെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമയിൽ നിർത്തിയത് കൊണ്ട് എനിക്കും പാടുവാനേ കഴിയും. കാരണം അവൻ നല്ലവനത്രേ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ചൊന്ന് പാടി യേശു കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഇരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവിന്റെ കരങ്ങളെ അടിച്ച് ആരാധിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അല്ലെങ്കിൽ ചേർന്ന് പാടാം, പാടി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഒരു ആരാധന അന്തരീക്ഷം നിങ്ങളായിരിക്കുന്ന റൂമിനകത്തുണ്ടാകട്ടെ. ആരാധനയുടെ മഹത്വം നിങ്ങളുടെ റൂമിനകത്ത് വെളിപ്പെടുമാനാകട്ടെ. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടിരിക്കുന്നതായി ദൈവിക കൃപ പ്രാപിച്ചെടുക്കുന്ന രാത്രിയായി ഈ രാത്രി മാറട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പാടാം. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ, സർവം സ്തുതികൾക്കും യോഗ്യനായ യേശുവിനെ ആരാധിക്കാം. അവൻ മാത്രമാണ് സ്തുതികൾക്ക് യോഗ്യൻ, അവൻ മാത്രമാണ് എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ. ആ കർത്താവിന് സന്തോഷത്തോടെ നമുക്കൊന്ന് പാടി ആരാധിക്കാമോ? സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാമോ? എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്ത് കരങ്ങളെ അടിച്ച് പാടുവാൻ കഴിയുമെങ്കിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് പാടി ആരാധിച്ചാലേ. ഓ വി ഗിവ് യു ഗ്ലോറി.
ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ചെന്ന് പറഞ്ഞേ, ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവം സ്തുതികൾക്കും യോഗ്യനായ യേശുവിനെ, യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഒരിക്കൽ കൂടെ പാടാമോ? ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവെ ആരാധിക്കാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഓ വല്ലഭനാമേശുവേ ആരാധിച്ചാർത്തിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തി. ഹല്ലേലൂയ പാടിടാം, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഓ വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. പടമോ? ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. എരികോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. പടമോ? എരികോ മതിൽ വീഴും, എരികോ മതിൽ വീഴും. ആരാധനേ, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഓ ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ആമേൻ. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന, ക്ഷാമകാലത്തുമെന്നെ ക്ഷേമമായി പോറ്റിടുന്ന യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടാം. പറയാമോ? യേശുവിൻ കരുതലിനാ സ്തുതികൾ മുഴക്കിടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഓ ഹല്ലേലൂയ, ഓ ഉയർത്തിടാമേ സുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തി. ഓ രമണക്ഷരനഗതേ, വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തി. ഓ പരിശുദ്ധനെ, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. പടമോ? ആരാധിക്കാം പരിശുദ്ധനെ, അർപ്പിക്കാം, അർപ്പിക്കാം സ്തോത്രയാഗങ്ങൾ. ഹല്ലേലൂയ. സർവസ്തുതികൾക്കും യോഗ്യനായ യേശുവേ ആരാധിക്കാം. ഓരാരാധനേ നികൾക്കും യോഗ്യനായ ഓ യേശുവേ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടിടാം, ഉയർത്തിടാമേ സുനാമം. ഓ ഹല്ലേലൂയ, ഗുണാരാധന
യേശുവേ ആരാധിച്ചാത്തിടുമ്പോ വാതിലുകൾ തുറക്കും. പാഠം ചേർന്ന് ആരാധിച്ചാത്തിടുമ്പോ എത്ര പേർ വിശ്വസിക്കുന്നു? വാതിലുകൾ തുറക്കും. യെരിഹോ മതിൽ വീഴുമോ അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിൽ വീഴും അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടാ ഉയർത്തിടാമേ സുനാമം. ഓ ഹല്ലേലൂയ കൂടാരാധന തേരേ സുനാമം. ആമേൻ വല്ലഭനാ യേശുവേ ആരാധിച്ചാട്ടിടാ. ഓ വല്ലഭനാ യേശുവേ ആരാധിച്ചാട്ടിടാ. വഴിയൊരുക്കും അവനാഴികളിൽ വാതിൽ കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കും അവനാഴികളിൽ വാതിൽ കൈ പിടിച്ചെന്നെ ഓടാനാ. വാതിലുകൾ പലതും അടഞ്ഞിടിലോ വല്ലവൻ പുതുവഴി തുറക്കൂടാനവേ. വാതിലുകൾ അടഞ്ഞിടിലോ വല്ലവൻ പുതുവഴി കൂടാതനാ. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിടുമേ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും ഉണരാ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. രോഗങ്ങളാൽ നീ വലയുകയോ ആരങ്ങളാൽ നീ തളരുകയോ. രോഗങ്ങളാൽ നീ ഉണരവനാ ആരങ്ങളാൽ നീ വലയുകയോ. അടുപ്പിടനാൽ യേശു സൗഖ്യം തരും. വചനമയച്ചു നിന്നെ വിടുവിച്ച്. ഓ അടുപ്പിട ഓ വചനമയച്ചു നിന്നെ ഓ കരുതോ. യേശു നല്ലവോ കരി കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണു നീരാവത്തോടെ പൂരാധാരത്തേരെ കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണു നീരാവത്തോടയ്ക്കൂ. വഴിയൊരുക്കും അവനാഴികളിൽ വാലക്കൈ പിടിച്ചെന്നെ വഴി നാട്. ഓ വഴിയൊരുക്കും അവനാഴികളിൽ വാലക്കൈ പിടിച്ചെന്നെ വഴി നടത്തോ. വാതിലുകൾ പലതും അടങ്ങിടിലോ വല്ലവൻ പുതുവഴി മനസ്സേ. വാതിലുകൾ അടങ്ങിടിലോ വല്ലവൻ പുതുവഴി. വാതിലുകൾ പലതും വാതിലുകൾ കൂടാതാരാധന വല്ലവൻ പുതുവഴി. വാതിലുകൾ വാതിലുകൾ കർത്താവ് ചിലർക്ക് വേണ്ടി ഈ രാത്രി ചില വഴികളെ തുറക്കട്ടെ. അടഞ്ഞിരിക്കുന്ന ചില വാതിലുകളെ തുറക്കട്ടെ. വേദനയോടെ ഭാരത്തോടെ ഈ രാത്രി ദൈവസന്നിധിയിൽ അമ്മേ കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി വാതിൽ തുറക്കുവാൻ അവൻ വിശ്വസ്തനാണ്. യേശുവിന്റെ നാമത്തിൽ ചില വാതിലുകൾ തുറന്നു വരട്ടെ. ഓ വാതിലുകൾ പലതും അടഞ്ഞിടിലോ വല്ലവൻ പുതുവഴി കൂടാതാരാവേ. വാതിലുകൾ പലതും ഉണ്ടാവാനാ വല്ലവൻ പുതുവഴി. എനിക്കാ കരുതോ യേശു നല്ലവോ കരി കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണു നീരാവത്തോടെ ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു. കണ്ണു നീരാവത്തോടയ്ക്കും. ഓ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ഉയർത്താമോ? യേശുവെ പോലാരുമില്ല. യേശുവിന്റെ നാമം യേശുവിനെ പാരുമില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ അങ്ങേക്ക് തുല്യനായ. ഓ സ്വർഗത്തിലോ
അങ്ങയ്ക്ക് തുല്യനായ കർത്താവേ ദേവന്മാർ അങ്ങയ്ക്ക് തുല്യനായ സ്വർഗത്തിലോ ഈ ഭൂമിയിലോ അങ്ങയ്ക്ക് തുല്യനായ കർത്താവേ കർത്താവേ ദേവന്മാർ അങ്ങയ്ക്ക് തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും അങ്ങയ്ക്ക് തുല്യനായ യേശുവെ പോൽ ആരുമില്ല. ഓ യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല. യേശുവെ പോൽ ആരുമില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ അങ്ങയ്ക്ക് തുല്യനാ കൂടാതാരകനെ. സ്വർഗത്തിലോ ഭൂമിയിലോ അങ്ങയ്ക്ക് തുല്യനായ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരത്തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു പാതാള ഗോപുരത്തകർത്തു. അങ്ങെ പോലെ ആരുമില്ല. അങ്ങെ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവരെ അങ്ങെ പോലെ ആരുമില്ല. അങ്ങെ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവരെ യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല. ഓ യേശുവെ പോലെ ആരുമില്ല. ഉരാധാര യേശുവെ പോലെ ആരുമില്ല. ഉരാധാര സ്വർഗത്തിലോ ഈ ഭൂമിയിലോ അങ്ങയ്ക്ക് തുല്യനാ ഉടാധാരവരെ ഉടമാനര ഉടമാനര ഉടരാധാരാധ യേശുവെ പോലെ ആരുമില്ല. യേശുവെ പോലെ ആരുമില്ല. ഓ യേശുവെ പോലെ ആരുമില്ല. ഓ യേശുവെ പോരാധര സ്വർഗത്തിലോ ഈ ഭൂമിയിലോ അങ്ങയ്ക്ക് തുല്യനാ കൂടാരാധരെ. സ്വർഗത്തിലോ ഭൂമിയിലോ അങ്ങയ്ക്ക് തുല്യനായി. സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലോ ഈ ഭൂമിയിലോ അങ്ങയ്ക്ക്. പാടിക്കൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ചില കുടുംബങ്ങളെ തൊടുകയാണ്. ചില വ്യക്തികളെ തൊടുകയാണ്. ഭാരത്തോടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേല് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. ചില യൗവനക്കാരുടെ മേല് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ കരം ഈ വൈകുന്നേരത്ത് ചലിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഓ നിമലം തനമോട ഉടബാലകതം തേരെ ഉടബലബല മുഷബലാദികരത്തെ ഉടബലബല മുഷാര അദരം തേരെ ഉടബലബല മുഷബന അടകറ്റാര ബലത്തുരരെ ഉടബാലകതകരെ ഉടബന്തരവാവിവരീതമല അടകറ്റരാവികരം തേരെ ഉടബലബല ഉടബല അടകറ്റാല ബലത്തുരനാദല ഉടബാലബലത്തെ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഇപ്പോൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ മേല് ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ഓ ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകം ചലിക്കട്ടെ. Lord, I pray that your holy presence ഇന്ന് പകൽ ഈ വൈകുന്നേരത്ത് ചില കുടുംബങ്ങളെ തൊഴട്ടെ അപ്പാ. ഓ കാലകതം തേരെ ഉടബലം ശബരം തനരാധികരഗതനാദേ ഉടബലബലം ഉടബല അടകറ്റാര ശബരത്തെ ഉടബലന. ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഡെലിവറൻസ് ഈ രാത്രിയിൽ ഉണ്ടാകട്ടെ അപ്പാ. ദൈവത്തിന്റെ മഹത്വം ചലിക്കട്ടെ യേശുവേ. ഹല്ലേലൂയ. ഓ ഉടബലബലം ശബരാധികരഗതേ ഉടബലം ശബരം തനരാധികരഗതനാദന ഉടബലബലം ശബരാധ ഉടരാധനരഗതനാദ. തകർന്നു കിടക്കുന്ന ആത്മീയ ജീവിതം ഈ രാത്രി പണിയപ്പെടുന്ന സമയമാകട്ടെ. ഓ ആരാധന യേശുവിന്റെ നാമത്തിൽ പണിയപ്പെടുന്നതായി തീരട്ടെ. ആത്മീകമായി വളരുന്ന സമയമായി തീരട്ടെ. ഓ ശകന രഗത ഉടബലബല ഉടബലാധരീതബല അടരം തരരേ രഗതഗന അടരം തരമ ഉടബല അടരം തേരെ ശബ്ദ അടരം തനരാധിക രഗതഗനത്തെ ഉടബലബല ഉടബലാധരീതബല അടകത്തേരെ ശബ്ദനരാധ ഉടബലബല ഉടബലാധികനത്തെ. Oh, we love you, Jesus. Hallelujah. Hallelujah. കരങ്ങളെ അടിച്ച ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ ആരാധനയും ഇന്ന് രാത്രി ദൈവത്തിന് കൊടുക്കാമോ? Hallelujah. ഇന്ന് രാത്രി ചില യൗവനക്കാരുടെ മേൽ ചില കുടുംബങ്ങളുടെ മേൽ ആമേൻ ആമേൻ ഒരു ആരാധനയുടെ അഭിഷേകം ആമേൻ Hallelujah നഷ്ടപ്പെട്ട് കിടക്കുന്നതായ ചില കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന രാത്രി കാലമായി തീരട്ടെ. അല്പം കൂടെ ദൈവത്തോട് അടുക്കുന്ന സമയമായി തീരട്ടെ.
ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? വേദനയോടെ ആരെങ്കിലുമൊക്കെ എന്റെ ശബ്ദത്തെ കേൾക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിനെ തൊടണമേ എന്ന് ആരെങ്കിലുമൊക്കെ നിരാശയോടെയോ ഭാരത്തോടെയോ ചോദ്യചിഹ്നങ്ങളോടൊക്കെ ഇതിനകത്തിരിക്കുകയാണെങ്കിൽ എനിക്കിന്ന് രാത്രി നിങ്ങളോട് പറയുവാനേ കഴിയും, വേദനയുടെ സമയത്ത് നമ്മുടെ അടുക്കൽ ഇരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആരുമില്ലാതിരിക്കുമ്പോൾ, ആരും സഹായമില്ലാതിരിക്കുമ്പോൾ, നമ്മൾ ഒറ്റയ്ക്കാണെന്നൊക്കെ പറയുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറയാമോ? എനിക്കിന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ പറയാൻ പറ്റുന്നൊരു സാക്ഷ്യം, ആരും സഹായമില്ലാതെ വേദനയോടൊക്കെ ഇരിക്കുമ്പോൾ, കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് ഒരു ആക്സിഡന്റ് ആയി. വേദനയുടെ നടുവിൽ ഭാരപ്പെടുമ്പോൾ അടുക്കൽ സഹോദരങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവർക്ക് എന്നെ ആശ്വസിപ്പിക്കുവാൻ, എനിക്ക് ആ വേദനയുടെ നടുവിൽ പരിഹാരം തരാൻ പറ്റാതിരുന്ന സമയത്ത് എൻ്റെ അടുക്കൽ വന്ന് എന്നെ ബലപ്പെടുത്തിയൊരു ദൈവത്തെ എനിക്ക് ധൈര്യത്തോടെ രാത്രിയിൽ നിങ്ങളോട് പറയാൻ കഴിയും. വേദനയുടെ നടുവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. കർത്താവിന് നന്ദി പറയാമോ? വൻ ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷക, എൻ രക്ഷകൻ ദൈവമേ, നീവല്ലാതെല്ലാരും എന്നെ സുമാത്രം മതിയേനിക്കേതു നേരത്തും. പാടാമോ? എൻ രക്ഷക, എൻ രക്ഷകൻ ദൈവമേ, നീയല്ലാതെല്ലാരും എന്നെ സുമാത്രം മതിയേനിക്കേതു നേരത്തും. നമ്മുടെ അടുക്കൽ വരുന്നൊരു ദൈവം, നമ്മുടെ ഭാരങ്ങളുടെ നടുവിൽ നമ്മുടെ അടുക്കൽ ഇരിക്കുന്നൊരു ദൈവം, നമ്മുടെ യേശു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഈ വരികൾ അറിയാമെങ്കിൽ ചേർന്ന് നമുക്കൊന്ന് പാടാമോ? നമുക്ക് ഒരുമിച്ചൊന്ന് പാടി ദൈവനാമത്തിന് മഹത്വം കൊടുക്കാമോ? വൻഭാരങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവ്, നീ മാത്രമാണ് ഞങ്ങളുടെ സങ്കേതം, നീ മാത്രമാണ് ഞങ്ങളുടെ കോട്ട. 46-ാം സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. പറയാമോ? നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹസഖിയ ഈ ലോകസഖികളെല്ലാം
ആ കർത്താവിന് ആരാധന പറഞ്ഞേ. ഓ ആരാധന 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 യേശുവിനാരാധന. ഓരി ബാബാ ബാബാ ശിഖ ആരാധന ആരാധന തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ. യേശുവേ യേശുവേ അവരികളെ ചെന്ന് പറഞ്ഞ് തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ. യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാതിൽ അങ്ങേ മാവിൽ ചാർത്തുന്നു ഞാൻ. ജീവനേ ജീവനേ ഞങ്ങളുടെ സ്വന്തമേ അങ്ങേ മാവിൽ അങ്ങേ മാവിൽ ചാരുന്നു ഞാൻ. ജനം ചേർന്ന് പറഞ്ഞേ ആരാധന 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 യേശുവിനാരാധന ആരാധന ആരാധന. ഓ ഹല്ലേലൂയ 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 പറഞ്ഞേ യേശുവിനാരാധന ആരാധന ആരാധന. ഒരു പ്രാവശ്യം കൂടെ യേശുവിൻ ആരാധന 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 ആരാധന. രാശിക്കാല ആ കർത്താവിന് എല്ലാ പുകഴ്ചയും എല്ലാ ആരാധന ദൈവനാമത്തിന് അർപ്പിച്ചാട്ടെ. അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. Hallelujah. ഭാഗത്തും എടുത്താട്ടെ. You take the glory. You take the glory of God. You take the glory of God. അപ്പാ അങ്ങ് മാത്രം മഹത്വം എടുക്കണമേ. എല്ലാ മഹത്വം അങ്ങേക്ക്, എല്ലാ ആരാധനയും അങ്ങേക്ക്, എല്ലാ പുകഴ്ചയും അങ്ങേക്ക്. Because you deserve the glory of God. You deserve the honor of God. In Jesus' name. Amen. Amen. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയില് തുടർന്ന് നമ്മളിത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തത് സിയുടെ ഒരു സ്പെഷ്യൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആയിട്ട് ക്രമീകരിക്കാൻ ദൈവ അവസരങ്ങളെ നൽകി. ഇന്ന് രാത്രിയില് ഇൻട്രൊഡക്ഷനായിട്ടും വെൽക്കം സ്പീച്ചായിട്ടും നമ്മുടെ സിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ സർജൻ ഷോമോയിൽ ഇപ്പോൾ ചില വാക്കുകൾ നമ്മെ ഓർപ്പിക്കും. അതിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം ദൈവസഭയായും കുടുംബങ്ങളായും ഒത്തിരി അതിഥികളായിട്ട് ഒത്തിരി പേർ കടന്നു വന്നിട്ടുണ്ട്. അനുഗ്രഹിക്കും രാത്രികാലം കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കിയ ഈ വൻകൃപയെ ഓർത്ത് എന്റെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഒരു സന്തോഷമാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും കുവൈറ്റിന്റെ അവസ്ഥ അറിയാം. ചില അപകടങ്ങൾ ഈ റീസെന്റ് തീപിടുത്തം കാരണം ഒത്തിരി ആൾക്കാർ മരിക്കുവാനിടയായിരുന്നു. അതുകൊണ്ട് അണ്ടർഗ്രൗണ്ട് ഹോള് കടഞ്ഞിരിക്കുമ്പോൾ നമുക്ക് വെള്ളിയാഴ്ചകൾ മാത്രമേ കൂടി ആരാധിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുള്ളൂ. അതുകൂടാതെ ഞങ്ങൾ സൂമിൽ കൂടെയാണ് ആരാധിക്കുന്നത്. ഇത്രയും പേർക്ക് ഒത്തൊരുമിച്ച് ചേർന്ന് വരുന്ന ആരാധിക്കുവാൻ തക്കവണ്ണം സ്വർഗസ്ഥനായ ദൈവം ഇടയാക്കിയല്ലോ. ഇത് കർത്താവിന്റെ അല്ലെങ്കിൽ കൃപയാണ്, കർത്താവിന്റെ ദയയാണ് ഒത്തൊരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത്. കഴിഞ്ഞ നാളുകളായി CA കമ്മിറ്റിയെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ കൂടി ഒത്തൊരുമിച്ച് ആലോചിക്കുകയും ചെയ്ത പോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചു.
പക്ഷെ കർത്താവ് സൂമിൽ കൂടെയാണ് ഞങ്ങൾക്ക് അവസരം ഒരുക്കിയത്. ഇങ്ങനെ ഇത് ഞാൻ ചർച്ച് കമ്മിറ്റി അറിയിക്കുകയും ചർച്ച് കമ്മിറ്റി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുവാനും ഇതിന്റെ ആവശ്യങ്ങൾ അതിന്റെ കാര്യങ്ങൾക്ക് അറിയിച്ചപ്പോൾ ധൈര്യത്തോടു കൂടെ ഇതിനെ പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം അവർ നമുക്ക് പെർമിഷൻ തന്നു. അതുമൂലം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഈ മീറ്റിംഗ് അതിന് പ്രകാരം കണ്ടക്ട് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതില് വർഷിപ്പ് ലീഡ് ചെയ്യാനൊക്കെ അസംബ്ലീസ് ഓഫ് ഗോഡിലെ പാസ്റ്ററായി ദൈവത്തിന്റെ സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ സാമുവൽ ഗിബ്സൺ ഹല്ലേലൂയ ദൈവത്തെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒത്തിരി സ്റ്റേജുകളിൽ. ഇപ്പൊ ഈ രാത്രികാലം നമുക്ക് വേണ്ടിയും പാടുവാൻ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം കൂടെ ചേർന്ന് നേടി ചെയ്യാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദാസനെയും ബലപ്പെടുത്തിയല്ലോ. പ്രിയ ദൈവദാസനെ ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുന്നു. അതുപോലെ ഈ കാലയളവുകളിൽ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ പ്രസിദ്ധനും അനേക യൗവനക്കാരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതുമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ ഷിബു മാത്യു പാസ്റ്റർ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അനേകരുടെ സുവിശേഷം ദൈവത്തിന്റെ സാക്ഷ്യങ്ങളും വചനങ്ങളും അനേകരുടെ ഹൃദയത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ള പല സാക്ഷ്യങ്ങൾ കൂടെ കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് ഇടയാക്കി. പ്രിയ ദൈവദാസനെ ആരോഗ്യത്തോടും ദീർഘായുസോടും കൂടെ ഇനിയും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി അധികം ഓടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഈ രാത്രികാലം കർത്താവ് അസാധ്യമായി നാം ചിന്തിക്കുന്ന നിനയ്ക്കുന്നതിൽ അത്യന്തപരമായി പ്രിയ ദൈവദാസനെ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നു അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ മീറ്റിംഗിൽ അനേകം പേർ ഗസ്റ്റുകളായിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കൂടെ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ കുറെ ദൈവത്തെ സത്യത്തിലും കൃത്യമായി തന്നെ അറിയാത്തവർ പോലും ഈ മീറ്റിങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അനേകർ പങ്കെടുക്കുന്നു. അവരെല്ലാം കർത്താവ് നിങ്ങളുടെ സ്പെഷ്യൽ ഡേ ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആണ്. അൺഎക്സ്പെക്ടഡ് നിങ്ങൾ ജോയിൻ ചെയ്തല്ല, കർത്താവ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്താണ് ഈ മീറ്റിങ്ങിലോട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നിങ്ങൾ ഒരിക്കലും മറക്കാത്തൊരു മീറ്റിംഗ് ആയി മാറുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്ന വൻകൃപകളെ ഓർത്ത് കർത്താവ് നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ തിരുവചനത്തിന് ഒരു ഭാഗം ഇങ്ങനെ കർത്താവ് ഉപമയായിട്ട് പറഞ്ഞു. 10 കന്യകമാർ കർത്താവിന്റെ മണവാളിന് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണത്. 10 പേരും കാത്തിരുന്നു. മണവാളൻ വന്നു. ഹല്ലേലൂയ. വരുവാൻ താമസിച്ച 10 പേര് ഉറങ്ങിപ്പോയി. എന്നാൽ മണവാളൻ വരുന്ന ആർപ്പിന്റെ ധ്വനി കേട്ടപ്പോൾ 10 പേര് എഴുന്നേറ്റു. അതിൽ 5 പേര് പ്രിപ്പയർ ആയിരുന്ന 5 പേർ, ബുദ്ധിയുള്ള 5 പേർ കർത്താവിന്റെ കൂടെ ചേർക്കപ്പെട്ടു. വാതിലടച്ചു. പ്രിപ്പയർ അല്ലാത്ത ബുദ്ധിയില്ലാത്ത 5 പേർ അവർ കൈവിടപ്പെട്ടു. ഹല്ലേലൂയ. അവർ ഓടി വന്ന് ആ വാതിൽക്കൽ മുട്ടി, കർത്താവെ ഞങ്ങളെയും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, സത്യമായിട്ട് ഞാൻ നിങ്ങൾ അറിയുന്നില്ല എന്ന്. കഴിഞ്ഞ ദിവസം ഒരു സ്വപ്നം ഞാനിങ്ങനെ കണ്ടു. ഹല്ലേലൂയ. കർത്താവ് വന്നു, ഈ ലോകത്തേക്ക് വന്നു. തനിക്ക് പ്രിയം വച്ചവരെ കർത്താവ് ചേർത്തു. അതിനുശേഷം ഒരു രംഗമാണ് കർത്താവിനെ കാണിച്ചത്. ഹല്ലേലൂയ. സ്വപ്നത്തിൽ കൂടെ കണ്ടത് അനേക ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അവർക്ക് ഹൃദയത്ത് മരണപ്രാണം എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണം എനിക്കും അറിയില്ല. ഞാൻ ഒത്തിരി പേടിച്ചു പോയി ഈ സ്വപ്നം. ഹല്ലേലൂയ. ഒരേ ഒരു ഫേസ് കൃത്യമായിട്ട് കാണാനിടയായിത്തീർന്നു. ആ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു ഹല്ലേലൂയ. പക്ഷെ ഒത്തിരി ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, മരണപ്രാളം കൊണ്ട് ഓടുന്ന ഒരു സ്വപ്നം കണ്ടു. ഹല്ലേലൂയ. അതിനെ ഒത്തിരി ഞെട്ടിപ്പിച്ചു. അത് ഒത്തിരി എന്നെ ഭയപ്പെടുത്തി. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ എന്നെ ശുദ്ധീകരിപ്പാനും എന്നെ ചിന്തിപ്പാനും എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം കർത്താവ് ഈ സ്വപ്നം സഹായിച്ചു. എങ്കിൽ പ്രിയ ദൈവജനമേ, പ്രിയ അംഗങ്ങളെ, എന്നെ കേൾക്കുന്ന എല്ലാവരും ഒരിക്കൽ കൂടെ ചിന്തിക്കണം. ഹല്ലേലൂയ. 10 പേരും അറിയാം കർത്താവ് യേശു ക്രിസ്തു വരുന്നുവെന്ന്. 10 പേരും ഹല്ലേലൂയ അവരുടെ ഉള്ളിൽ അവർ റെഡിയായിരുന്നു, പ്രിപ്പയർ ആയിരുന്നു. ഹല്ലേലൂയ. കർത്താവ് വന്നപ്പോൾ 5 പേരെ കർത്താവ് ചേർത്തുള്ളൂ. 5 പേർ കൈവിടപ്പെട്ടു പോയി. ആ ഡോർ അടഞ്ഞ ശേഷം 5 പേർക്ക് പിന്നെ ഹല്ലേലൂയ പിന്നെ അവർക്കൊരു ചാൻസ് ഇല്ലായിരുന്നു. കർത്താവ് പറയുന്നത്, എന്താ ഹൃദയത്തിന്റെ വാതിൽക്ക് ഞാൻ മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ഹല്ലേലൂയ വാതിൽ തുറന്നാൽ ഞാൻ വന്ന് അവനോടും അവൻ അത്താഴം കഴിക്കുമെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ വരവിന് മുൻപ് കർത്താവ് വാതിൽ കൊട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് വരുമ്പോൾ കർത്താവ് ഒരിക്കലേ അത് ആ സാന്നിധ്യം അറിയുവാൻ കഴിയുള്ളൂ. ആ വാതിൽ ഒരിക്കലേ തുറക്കത്തുള്ളൂ, പിന്നെ വാതിൽ തുറക്കത്തില്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരങ്ങൾ ഹല്ലേലൂയ ക്രിസ്തുവിനെ അടുക്കുവാനും ആത്മീയത വളരുവാനും ആത്മീയതയിൽ സമ്പന്നരായും ആത്മീയതയിൽ പുഷ്ടിയുള്ളവരുമായി പ്രിയ സിയങ്ങൾക്കും അസംബ്ലീസ് ഓഫ് കുവൈറ്റ് ചർച്ചിനെ വളരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് ഈ സ്വാഗത പ്രസംഗത്തിൽ കൊണ്ടിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയില് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. തുടർന്ന് നമ്മള് ദൈവവചനം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട കൃത്യനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രശസ്തനായ പാസ്റ്റർ ഷിബു മാത്യു അവറുകളാണല്ലോ ഇന്ന് രാത്രിയില് തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നമ്മോട് ഘോഷിക്കും. അതിനായി കർത്താവിന്റെ വിലപ്പെട്ട കൃത്യനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന
ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷപദമിലുള്ള പ്രിയ പാസ്റ്റർ ജോസ് ജോർജ്, കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ സാജു സാമുവേൽ, വിവിധ ഡിവൈസുകളിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ക്രിസ്തുയേശുവിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് നൽകിയ ഇന്നത്തെ കൂട്ടായ്മയ്ക്കായിട്ട് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകുകയാണ്. ഒരു വലിയ പ്രസംഗം എന്നതിനപ്പുറം കർത്താവ് എന്നെ പഠിപ്പിക്കുന്നതും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ ശ്രദ്ധാലുവായിരിക്കുന്നതുമായ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഒരു വലിയ പ്രസംഗ കേൾവിയുടെ ലാഘവത്തോടെ ആരും ആയിരിക്കേണ്ട. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് ഒന്നും അല്ല. എൻ്റെ അനുഭവങ്ങൾ ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിൽ രൂപാന്തരങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും കാരണഹേതുവായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയരോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനശുശ്രൂഷകൾ നടക്കപ്പെടുന്നതിനിടയായി ക്രിസ്തുവിൽ സഹോദരരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ സാമുവൽ ഗിബ്സനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ചേർന്ന് പാടി ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. ദൈവത്തിന്റെ കരുതൽ നമ്മുടെ മേൽ വീണ്ടും ഉണ്ടായിരിക്കട്ടെ. പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊപ്പം കർത്താവിന്റെ കൃപ രാപകൽ എന്നെ ഉള്ളതുകൊണ്ട് സ്തോത്രം. ഇസ്രായേൽ മക്കളെ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നടത്തിയ വലിയവനായ കർത്താവ് പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരുന്ന് പകൽ വ്യത്യാസമില്ലാതെ വഴി നടത്തട്ടെ. മുഖവരുടെ ദീർഘമാക്കാതെ വചനത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മള് ഈ സമയം അല്പസമയം ചിന്തിക്കുന്ന എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണ്. സാധാരണ പുതിയ നിയമഭാഗങ്ങളാണ് ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നത്. പക്ഷെ ഈ ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥനാ നിരതനായ ദൈവം ഭാഗിയിരിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് എൻ്റെ ഹൃദയത്തെ ഒന്ന് നയിച്ചു. എസ്തേറിന്റെ പുസ്തകത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ ചില ആലോചനകൾ മൊർദെഖായി എന്ന മനുഷ്യനെ കുറിച്ചുള്ളത്, വ്യക്തിപരമായി മൊർദെഖായെ കുറിച്ചുള്ള പഠനങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില കാര്യങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവിന്റെ ആത്മാവ് ബോധ്യതകൾ നൽകുവാനിടയായി, ബോധ്യം നൽകാനിടയായി. ആ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഈ സമയം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങൾ ആദ്യമേ വായിക്കട്ടെ. എസ്തേർ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 21 മുതൽ 23 വരെയുള്ള വചനങ്ങൾ. എസ്തേർ ചാപ്റ്റർ 2 വേഴ്സസ് 21 to 23 ഇപ്രകാരമാണ്. ആ കാലത്ത് മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ദാനും തേരശും ക്രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരമന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞ് എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ ഇത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴിവിന്മേൽ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിന്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. അടുത്ത വാക്യം 3-ാമത്തെ വാക്യമാണ്. 3-ാമത്തെ വാക്യം എസ്തേർ 3:4. അവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ടും അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം, ആ പദം ശ്രദ്ധിച്ചുകൊള്ളു, മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദൻ എന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഹൂദൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് പല പദങ്ങളും വാക്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ഇടയ്ക്ക് സന്ദർഭവശാൽ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വിട്ടുകൊള്ളാം. ഇനി നമ്മൾ വായിക്കുന്ന ഒരു വാക്യം കൂടെ. എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. എസ്തേർ 9:4. മൊർദെഖായി രാജധാനിയിൽ മഹാനായിരുന്നു. മൊർദെഖായി എന്ന പുരുഷൻ മേൽക്കുമേൽ മഹാനായി തീർന്നത് കൊണ്ട് അവന്റെ കീർത്തി സകല സംസ്ഥാനങ്ങളിലും പരന്നു. ഇനി 10-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ. അവന്റെ ബലത്തിന്റെയും പരാക്രമത്തിന്റെയും സകല വൃത്താന്തങ്ങളും രാജാവ് മൊർദെഖായി ഉയർത്തിയ ഉന്നത പദവിയുടെ വിവരവും മേദ്യയിലെയും പാർസിയിലെയും രാജകുമാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിന്റെ 2-ാമൻ, യഹൂദന്മാരിൽ വെച്ച് മഹാനും സഹോദര സംഘത്തിന് ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയുമായിരുന്നു.
3-ാം വാക്യം മറക്കരുത്. യഹൂദനായ മൊർദെഖായി അഹശ്വേരോശ് രാജാവിൻ രണ്ടാമനും, യഹൂദന്മാരിൽ വെച്ച് മഹാനും, സഹോദര സംഘത്തിന് ഇഷ്ടനും, സ്വജനത്തിന് ഗുണകാംക്ഷിയും, തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. ഈ വചനഭാഗങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടോട് വേഗം ഓർമ്മിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് കർത്താവിന്റെ കൃപയെ ശരണപ്പെടുന്നത്. വിശുദ്ധ ബൈബിളിൽ ദൈവം എന്ന ഒരു പദം രേഖപ്പെടുത്താത്ത പുസ്തകമാണല്ലോ എസ്തേറിന്റെ പുസ്തകം. പക്ഷേ ധ്യാനപൂർവം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ടവരാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം. എസ്തേറിന്റെ പുസ്തകത്തിൽ യഹൂദ ജനത്തിന്റെ ഒരു പ്രതിസന്ധി, അതിൽ ദൈവം അവരെ സഹായിക്കുന്നതുമാണ് പ്രധാനപ്പെട്ട അതിന്റെ പ്രമേയം. അതിനകത്ത് എടുത്തു പറയത്തക്ക ചില കഥാപാത്രങ്ങൾ, അവരുടെ ജീവിതചര്യകൾ, അവരുടെ ജീവിത രീതികൾ, അതിലേറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരാളാണ് മൊർദെഖായി. അദ്ദേഹം അഹശ്വേരോശ് രാജാവിന്റെ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരനാണ്, വാതിൽ കാവൽക്കാരൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഒരു ദിവസം തന്റെ ജോലിയിലായിരിക്കുമ്പോൾ രാജാവിന്റെ ഷണ്ണന്മാരിൽ 2 പേര്, ജോലിക്കാരിൽ 2 പേര് രാജാവിനെ നശിപ്പിക്കാനായിട്ട് അഥവാ കൊന്നുകളയാൻ, കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗൂഢാലോചന മൊർദെഖായിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. മൊർദെഖായി കൃത്യസമയത്ത് എസ്തേർ എന്ന തന്റെ ബന്ധു രാജ്ഞിയെ അറിയിക്കുവാനിടയായി. അങ്ങനെ രാജാവിലേക്ക് വിവരം ചെന്നു. രാജാവ് തനിക്ക് കിട്ടിയ വിവരം അന്വേഷിച്ചു, സത്യമെന്ന് ബോധ്യപ്പെട്ടു. തന്നെ കയ്യേറ്റം ചെയ്യാനായിട്ട് അഥവാ കൊന്നുകളയാനായിട്ടിരുന്ന 2 പേരെ, ബിഗ്ദാനെയും തേരശിനെയും കൊന്നുകളയാനായിട്ട് ഇടയായി. കഴുകന്മേൽ തൂക്കിക്കളഞ്ഞു. ഇതാണ് ആ ഭാഗത്ത് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിന്റെ പ്രമേയം. പ്രിയ സഹോദരങ്ങളോട് അതിൽ നിന്ന് ഒരു ദൈവാലോചന പ്രിയപ്പെട്ട പങ്കുവയ്ക്കട്ടെ. CAയുടെ ഒരു മീറ്റിംഗ് ആയിട്ട് കൂടുമ്പോൾ പല പ്രായത്തിലുള്ള ആളുകളൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്. ലീഡർഷിപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വിളി ആ നിലയിൽ കിട്ടിയിട്ടുള്ളവരും സ്ഥാപിച്ചിട്ടുള്ളവരും ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. മൊർദെഖായി ചെയ്തത് ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു എന്ന് അതിന്റെ ഒടുവിൽ നമ്മൾ വായിക്കുന്നത്. രാജാവിന് മുമ്പാകെ ദിനവൃത്താന്ത പുസ്തകം എഴുതി വെച്ചു. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യം പറയാം. ഈ ദിനവൃത്താന്ത പുസ്തകം എന്നുള്ളത് സാധാരണ ഒരു പ്രജയുടെ കാര്യം എഴുതാനുള്ള പുസ്തകമല്ല. ദിനവൃത്താന്ത പുസ്തകം രാജചരിതം എഴുതാനുള്ള പുസ്തകമാണ്. ദിനവൃത്താന്ത പുസ്തകം രാജചരിതം എഴുതാനുള്ള പുസ്തകമാണ്. രാജാക്കന്മാരുടെ വീരകൃത്യങ്ങൾ, രാജാക്കന്മാരെ സംബന്ധിച്ച കാര്യങ്ങൾ എഴുതി രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ദിനവൃത്താന്ത പുസ്തകം. ഇപ്പോൾ അതിനകത്ത് ഒരു സാധാരണ പ്രജയുടെ കാര്യം, അദ്ദേഹം ചെയ്ത ഒരു ഉപകാരം ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് ആലേഖനം ചെയ്യപ്പെടുകയാണ്, എഴുതപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, രാജാവിനോടുള്ള സ്നേഹത്തിൽ രാജ്യ താല്പര്യം മുൻനിർത്തി രാജ്യത്തിന്, മഹാരാജാവിന് ദോഷം വരുന്ന ഒരു കാര്യം അറിഞ്ഞപ്പോൾ മൗനമായിരുന്നില്ല, അറിയിക്കേണ്ട വഴികളിലൂടെ അത് രാജാവിന്റെ കാതുകളിൽ എത്തിച്ചു. ഞാൻ രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തെയാണ്. രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. ദൈവരാജ്യ താല്പര്യം മുൻനിർത്തി നമ്മുടെ മഹാരാജാവിനോടുള്ള സ്നേഹത്തിൽ ഞാനും നിങ്ങളും, ദൈവരാജ്യ താല്പര്യം മുൻനിർത്തി നമ്മുടെ മഹാരാജാവിനോടുള്ള സ്നേഹത്തിൽ ഞാനും നിങ്ങളും പ്രവർത്തിക്കുന്നത് ഒക്കെ ദൈവം തമ്പുരാൻ തന്റെ പുസ്തകങ്ങളിൽ കുറിച്ചു വെക്കും, തന്റെ പുസ്തകത്തിൽ കുറിച്ചു വെക്കും. അത് ഒന്നും മായ്ക്കപ്പെടുകയില്ല. ഇവിടെ നിസ്വാർത്ഥതയോട് കൂടിയ ഒരു സേവനമാണ് മൊർദെഖായി ചെയ്തത്. സ്വാർത്ഥമതിയായിട്ടല്ല അത് ചെയ്യുന്നത്. തികച്ചും നിസ്വാർത്ഥമായ ഒരു സേവനം. പേരോ പ്രശസ്തിയോ പുറത്തു വരണം എന്ന് ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല. തികച്ചും നിസ്വാർത്ഥമായ ഒരു സേവനമാണ് താൻ ഇവിടെ ചെയ്യുന്നത്. തന്റെ പേര് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. 10 പേര് തന്നെ അറിയണമെന്നുള്ള ചിന്തയില്ല. താൻ ഇത് ചെയ്തു എന്ന് 4 ആൾ അറിയണം. ആ ഒരു
മനോഭാവത്തോടു കൂടിയുള്ള ഒരു കാര്യമല്ല താൻ ഇവിടെ ചെയ്യുന്നത്. മറിച്ച് തന്റെ രാജാവിനോടുള്ള സ്നേഹത്തിലും രാജ്യ രക്ഷയെ, രാജ്യ താല്പര്യത്തെ മുൻനിർത്തിയുമാണ് അതീവ രഹസ്യമായി തനിക്ക് കിട്ടിയ അറിവ് താൻ കൈമാറുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ ദൈവരാജ്യത്തെ പ്രതി ഞാനും നിങ്ങളും നിസ്വാർത്ഥമതികളായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമായി അറിയണം: നമ്മുടെ ദൈവം തമ്പുരാൻ ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും കടക്കാരനല്ല. ഞാനും നിങ്ങളും ചെയ്തിട്ടുള്ളതിനൊക്കെ കൃത്യമായ പ്രതിഫലം നമ്മുടെ ദൈവം തരും. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു കാര്യം കൂടെ തിരിച്ചറിയണം. യേശുനാഥൻ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കുടിപ്പാൻ കൊടുത്താൽ അതിനും പ്രതിഫലമുണ്ട്. അപ്പം ഞാനും നിങ്ങളും ചെയ്യുന്നതൊക്കെ കുറിച്ചു വെക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്, ഒരു നല്ല രാജാവ് നമുക്കുണ്ട്. നമ്മളത് മറന്നു പോകരുത്. പക്ഷേ സ്വാർത്ഥമതികളായ ആളുകളുടെ ഇടയിൽ എല്ലാവരിലും ഒരാളായിട്ട് നിൽക്കുവാനല്ല നമ്മൾ താല്പര്യപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും. മൊർദെഖായി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. ഒരാത്മീയൻ എല്ലാവരിലും ഒരാളായിരിക്കത്തില്ല, എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കും. ഒരാത്മീയൻ എല്ലാവരിലും ഒരാളായിരിക്കത്തില്ല, എല്ലാവരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരിക്കും. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും. നമുക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലായിരിക്കും. പക്ഷേ പ്രലോഭനം ഒരിക്കലും ഒരു കൊച്ചു കാര്യമല്ല. പക്ഷെ ഈ കൊച്ചു പ്രലോഭനങ്ങളാണ് വലിയ വീഴ്ചയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഞാൻ മിക്കപ്പോഴും പറയും, വലിയ പാറയിൽ ഇടിച്ച് ആരും വീണിട്ടില്ല. പക്ഷെ കൊച്ചു കൊച്ചു പാറ കല്ലുകളിൽ ചവിട്ടി സ്കിഡ് ചെയ്ത് പല ആളുകളും വീണിട്ടുണ്ട്. നമ്മുടെയൊക്കെ തകർച്ചകൾക്കും വീഴ്ചകൾക്കും നിദാനമായി പലപ്പോഴും മാറുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം. ഓമന പേരിൽ നമ്മൾ പറയുന്ന നമ്മുടെ പല സ്വഭാവ ന്യൂനതകളും വൈകല്യങ്ങളുമായിരിക്കാം നമ്മുടെ വലിയ പതനങ്ങൾക്ക് വില പറയുന്നത്. എൻ്റെ പ്രിയർ, ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് നോ പറയാൻ കഴിയാത്ത ചില പ്രലോഭനങ്ങൾ നാം പ്രാപിക്കേണ്ട നന്മകൾക്ക്, വൈശിഷ്ട്യങ്ങൾക്ക് വില പറയും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കണം. നമുക്ക് ചിലതിനോട് മുഖം തിരിച്ച് നടക്കാൻ കഴിയാതിരിക്കുന്നു എങ്കിൽ നമ്മുടെ അവകാശങ്ങൾക്ക്, നമ്മൾ കരാഗതമാക്കേണ്ട, സ്വായത്തമാക്കേണ്ട നന്മകൾക്ക് വില പറയുന്ന ചിലതിനോട് നോ എന്ന് പറയേണ്ട ഇടത്ത് പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നില്ലെങ്കിൽ നാം എത്തപ്പെടേണ്ട മേഖലകൾ, കരാഗതമാക്കേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ, ഇതിനൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ വില പറയും എന്നുള്ള കാര്യങ്ങൾ നാം മറക്കരുത്, നാം അത് ശ്രദ്ധിക്കാതെ പോകരുത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടുവാനും ഉയർത്തപ്പെടുവാനും ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമുക്കും അതിന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും കഴിയുന്നില്ല. എന്താ കഴിയാത്തതിന്റെ കാരണം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില തീരുമാനങ്ങളിലേക്ക് വരുവാനും അഥവാ വന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും സാധിക്കാതെ പോവുകയാണ്. എടുക്കുന്ന തീരുമാനങ്ങൾ, അതിൽ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയാത്തതുമായ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വലിയ നന്മകളെ നമ്മിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സ്തോത്രം. നമ്മുടെ ദൈവം തമ്പുരാൻ അരുളി ചെയ്യുവാൻ വായു മാത്രമല്ല, നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കൈകളുമുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവം തമ്പുരാന് വാ മാത്രമല്ല ഉള്ളത് സംസാരിക്കാൻ, പ്രവർത്തിക്കാൻ ദൈവം തമ്പുരാന് കൈകളുമുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ക്രിയാത്മകമായ പ്രവർത്തനം തലങ്ങളിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് കൃത്യമായി ദൈവത്തിന് കഴിയും. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഞാനും നിങ്ങളും മാറുമ്പോൾ, ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ, പെർഫെക്ഷനുള്ള, പൂർണ്ണതയുള്ള ആ ദൈവിക പദ്ധതി നമ്മിൽ നടപ്പിലാക്കത്തക്കവണ്ണം, നമ്മിൽ നടപ്പിലാക്കപ്പെടേണ്ടതിന്
ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടിയ സമർപ്പണം, ദൈവാശ്രയ ബോധത്തോടു കൂടിയ ആശ്രയ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉളവായി വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ മൊർദെഖായി നോക്കി, തികച്ചും നിസ്വാർത്ഥമായ ഒരു സേവനം, തികച്ചും നിസ്വാർത്ഥമായ സേവനം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനോഭാവം കെട്ടിപ്പടുത്തെടുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് യൗവനക്കാർ, പ്രത്യേകിച്ച് ലീഡർഷിപ്പിലേക്കൊക്കെ ദൈവത്തിന്റെ വിളി ലഭിച്ചിട്ടുള്ള ആ നിലയിൽ എത്തപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എത്തപ്പെടുവാൻ മനസ്സിൽ താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ നിസ്വാർത്ഥരായിരിക്കണം എന്നുള്ളതാണ്. സ്വാർത്ഥതയുടെ ചിന്ത, സ്വാർത്ഥതയുടെ ലാഞ്ചന നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളണം, അത് നമ്മുടെ ജീവിതത്തെ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ തകർച്ചയിൽ കൊണ്ടെത്തിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്നുള്ള ഭാവം, സ്വയം പ്രശംസ, അത് നമ്മൾ നനയ്ക്കാത്ത, ചിന്തിക്കാത്ത പടുകുഴികളിൽ വീഴിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പലരുടെയും താഴ്ചകൾക്കും വീഴ്ചകൾക്കും കാരണമായി തീർന്നത് സ്വാർത്ഥതകളും ഞാനെന്നുള്ള മനോഭാവങ്ങളുമായിരുന്നു. സിയെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയ്ക്കകത്തുകൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു സുവിശേഷകൻ എന്ന നിലയിൽ സ്തോത്രം, ഞാൻ പറയുന്ന കാര്യം ഇതാണ്: നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ തമ്പുരാൻ നമ്മളെ ഉയർത്തട്ടെ, ദൈവം നമ്മളെ മാനിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഏത് ഉയർന്ന പൊസിഷനുകളിലും നമ്മൾ ആയിരിക്കട്ടെ, നല്ല ബുദ്ധിയും ജ്ഞാനവും വൈശിഷ്ട്യമുള്ളവരായി നമ്മൾ വിളങ്ങുന്നവരായിരിക്കട്ടെ. അപ്പോഴും നമ്മുടെ മനോഭാവങ്ങൾ എടുത്തു പറയുന്നു, നമ്മുടെ മനോഭാവങ്ങൾ കൃത്യമായി ദൂരത്ത് നിന്ന് മനസ്സിലാക്കുന്ന, ഗ്രഹിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ആകയാൽ എപ്പോഴും ഞാൻ പറയുന്നത്, നിസ്വാർത്ഥമതികളായി ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജാവിനോടുള്ള, മഹാരാജാവിനോടുള്ള സ്നേഹത്തിൽ ഞാനും നിങ്ങളും ചിലത് ചെയ്യാൻ തയ്യാറായാൽ അത് കുറിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത് കുറിച്ചു വെക്കുന്ന, അത് ഓർത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, നമ്മൾ മറക്കരുത്. വേഗത്തിൽ ഞാൻ വാക്കുകൾക്ക് വിരാമിടത്തക്കവണ്ണം ഈ വചനഭാഗങ്ങളിലേക്ക് ഒന്നും വരട്ടെ. ഇനി ആ 3-ാം അധ്യായത്തിന്റെ നമ്മൾ കണ്ടത്, മൊർദെഖായി എന്ന മനുഷ്യൻ ഹാമാൻ എന്ന ആളെ വണങ്ങുന്നില്ല, നമസ്കരിക്കുന്നില്ല. പെട്ടെന്ന് രാജാവ് ഉയർന്ന മനുഷ്യനാണ്, എല്ലാവരും അദ്ദേഹത്തെ വണങ്ങുന്നു, നമസ്കരിക്കുന്നു. പക്ഷെ ഈ മനുഷ്യൻ വണങ്ങുന്നില്ല. ഇപ്പൊ ഹാമന്റെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇവൻ നിന്നെ വണങ്ങുന്നില്ല, നമസ്കരിക്കുന്നില്ല, കുറച്ചുകൂടെ വരട്ടെ, കുറെ കൂടെ പോകും നോക്കാം. കുറെ കഴിയുമ്പോൾ കാലങ്ങൾക്ക് മാറ്റം, സമയങ്ങൾക്കൊക്കെ മാറ്റം വരുമ്പോ ഇവൻ എന്നെ വണങ്ങും, നമസ്കരിക്കും. പക്ഷേ മൊർദെഖായി ഒരു മാറ്റവും ഇല്ല. നമ്മൾ വായിച്ചതിനെ കണ്ടു, മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണാം. മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ? മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ നല്ല സ്വഭാവങ്ങൾ അത് നിലനിൽക്കുമോ? നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നിലനിൽക്കുമോ? സ്തോത്രം. നമ്മൾ നമ്മുടെ സ്വഭാവങ്ങളെയും നമ്മുടെ രീതികളെയും കൃത്യമായി മനസ്സിലാക്കി മുൻപോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യമാണ്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ എപ്പോഴും സ്വഭാവ വൈശിഷ്ട്യമുള്ള ആളുകൾ ആവശ്യമാണ് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്തോത്രം, മൊർദെഖായി സ്വഭാവം മാറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. മൊർദെഖായി സ്വഭാവം മാറ്റുമോ എന്ന് നോക്കി. പക്ഷെ മൊർദെഖായിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. മൊർദെഖായിയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല. സ്തോത്രം. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, അന്യദേശത്താണ്, ഉയർന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വരുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ആരെ പ്രതി? ഹാമാനെ പ്രതി. ഞാൻ ഒരു കാര്യം എൻ്റെ പ്രിയോട് പറയാം. നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ, ഇടങ്ങൾ, എവിടെയും ഏതും ആയിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ, ആരാണെന്നുള്ള ബോധ്യത്തിൽ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ നിൽക്കാതെ നാം ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല.
എന്റെ സ്വന്തം സ്ഥലം റാന്നിയാണ്. റാന്നിയില് ഞങ്ങൾ ഈ പമ്പാ നദിയിൽ മീൻ പിടിക്കാൻ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അവിടെ ഈ മ്ലാഞ്ഞിൽ എന്ന് പറഞ്ഞൊരു സ്ഥാനത്തെ പിടിക്കും. മ്ലാഞ്ഞില് അതിനെക്കുറിച്ച് ഇങ്ങനെ പഴമക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ തല കണ്ടാൽ പാമ്പിന്റെ തല പോലെ ഇരിക്കും, അതിന്റെ വാല് കണ്ടാൽ മീനിന്റെ വാല് പോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ പറയും, പാമ്പിനെ കാണുമ്പോൾ തല കാണിക്കും, മീനെ കാണുമ്പോൾ വാലും കാണിക്കും. ഒരു നിലപാടില്ലാത്ത ആളുകൾ, ഒരു കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത, സ്ഥിരതയില്ലാത്ത ആളുകൾ. ഒരു വിഷയത്തിൽ ഒരിക്കലും രണ്ട് നിലപാടില്ല, ഒരൊറ്റ നിലപാടേ ഉള്ളൂ. എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ CA ക്രമീകരിച്ചിരിക്കുന്ന മീറ്റിംഗിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരോട്, ക്രിസ്തുവിന്റെ അംബാസഡേഴ്സിനോട് ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൃത്യമായ നിലപാടുകൾ ഉള്ളവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, ചില വിഷയങ്ങളിൽ, നമ്മുടെ ആത്മീയത സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, നമ്മുടെ ഭൗതിക വിഷയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, നമ്മുടെ ഫാമിലിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, ദൈവ വിഷയം സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലയെ സംബന്ധിച്ച് കൃത്യതയാർന്ന ഒരു നിലപാടുള്ളവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രശ്നങ്ങളിലും ഒരു പ്രതിസന്ധികളിലും നമ്മളെ കൈവിടുകയില്ല. നിലപാടില്ലായ്മ ഈ കാലഘട്ടത്തിലെ പ്രധാന ആത്മീയ മൂല്യച്യുതിയാണ്, ആത്മീക ശോഷണമാണ്. പ്രത്യേകിച്ച് എന്റെ വർഗം, എന്നെ പോലെയുള്ളവർ, പാസ്റ്റർമാരൊക്കെ ഉറച്ച നിലപാടുകളില്ലായ്മകൾ നിമിത്തം അനേകരെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ട്, മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് കൃത്യമായ കാര്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയോട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന മേഖലകളിൽ ഉറച്ച നിലപാടുകൾ ഉള്ളവരെങ്കിൽ കർത്താവ് നമ്മളെ കൈവിടുകയില്ല, അതറിയണം. ഹാമാനെ പ്രതി തന്റെ നിലപാട് മാറ്റാൻ മൊർദെഖായി തയ്യാറായില്ല. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ യോസഫിനെ കുറിച്ച് വായിക്കുമ്പോൾ അതിനകത്ത് വളരെ സ്തോത്രം എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം കാണുവാനായിട്ട് കഴിയും. വളരെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം. താന് മിസ്രൈമിലേക്ക് പിടിക്കപ്പെട്ടു പോവുകയാണ്. സ്തോത്രം. അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വപ്നങ്ങളൊക്കെ വ്യാഖ്യാനിക്കുന്നു, രാജസനിൽ നിൽക്കപ്പെടുന്നു. രാജസനിൽ നിന്നപ്പോൾ ഈ മിസ്രൈമിന്റെയും ബാബിലോണിന്റെയും ഒരു പ്രധാന പ്രത്യേകതയാണ് അവർ പേര് മാറ്റും. എബ്രായ പേര് മാറ്റി അവരുടെ കുലത്തിന്റെയും അവരുടെ ദേവന്മാരുടെയൊക്കെ പേരുകളിട്ടു. അങ്ങനെ ജോസഫ് മിസ്രൈമിൽ നിൽക്കാൻ ചെന്നപ്പോൾ ജോസഫിന് ഫറവോൻ ഒരു പേര് കൊടുത്തു. ആ പേര് ഉൽപ്പത്തി പുസ്തകം 41-45 നമ്മൾ വായിക്കുന്നത്. 41-45 നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അതിപ്രകാരമാണ് പറയുന്നത്: സാപ്നത്ത് പനേഹ് എന്നുള്ള പേരാണ് യോസഫിന് ഫറവോൻ ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ എന്നെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കുന്നുണ്ടോ? കുറെ കാലം കഴിഞ്ഞു. യോസഫിന് മിസ്രൈമിൽ വെച്ച് 2 പിള്ളേരുണ്ടായി, 2 കുഞ്ഞുങ്ങളുണ്ടായി. ആ കുഞ്ഞുങ്ങൾക്ക് യോസഫ് ഇട്ട പേരെന്നാ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുത്തന് എഫ്രൈം, മറ്റൊരുത്തന് മനേശെ. എഫ്രൈം മനേശ എന്നുള്ളത് മിസ്രൈമ്യ പേരല്ല, അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ്. അപ്പന്റെ പേര് മാറ്റിയിരിക്കുക രാജാവ്. ഈ കുഞ്ഞുങ്ങളെ അമ്മ അവിടുത്തുകാരിയാ, ആ നാട്ടുകാരിയാ. പക്ഷെ മക്കൾക്കിട്ട പേര് എബ്രായ പേരാണ്. ഞാൻ പറയാൻ വന്നത്, അന്യദേശത്താണ്. പക്ഷേ തനിക്ക് 2 മക്കളുണ്ടായപ്പോൾ തന്റെ നിലപാട് കണ്ടോ? താൻ അവർക്കിട്ടത് ഒരു കൊച്ചു വിഷയമായിട്ട് നമുക്ക് തോന്നാം. എബ്രായ പേരുകൾ ഒരു ചെറിയ സംഗതിയായിട്ട് നമുക്ക് തോന്നാം. പക്ഷെ ആ കൊച്ചു കാര്യത്തിൽ പോലും കർത്താവിനെ പഠിപ്പിച്ചത് കൃത്യതയാർന്ന നിലപാട്. ഏത് രാജ്യത്തും നമുക്കായിരിക്കാം, എവിടെയും ജീവിക്കാം. എന്റെ പ്രിയപ്പെട്ട ഒരു കാര്യം പറയട്ടെ, ഉള്ളിന്റെ ഉള്ളിൽ ഹുവാമായി, ഞാൻ ആരാണ്, ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളിലും നമ്മുടെ ദൈവം നമ്മളെ കൈവിടുകയില്ല. കർത്താവിന്റെ കരുതലിന്റെ കരങ്ങൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരാഗ്രഹത്തിനകത്തുനിന്ന് പുറത്തു വരുവാനും മിസ്രൈമിലെ സിംഹാസനത്തിൽ ഇരിക്കുവാനും രാജ്യത്തിൽ 2ാമനായി വാഴുവാനും ഒക്കെ കാരണം തന്റെ ഉള്ളിന്റെ ഉള്ളിൽ താൻ എബ്രായനാണ് എന്നുള്ള ആ ഒരു നിലപാടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉയർച്ചയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്മ പ്രാപിക്കുന്നതിനും
കുറുക്കു വഴികളില്ല. നമ്മുടെ ജീവിതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പറയട്ടെ, സ്തോത്രം, ഉറച്ച ചില നിലപാടുകൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കും. ചിലപ്പോൾ നമുക്ക് അതിന്റെ പേരിൽ ഇച്ചിരി പ്രയാസപ്പെടേണ്ടിയൊക്കെ വന്നെന്നിരിക്കാം, ബുദ്ധിമുട്ടുകളും വൈഷമ്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നെന്നിരിക്കാം. പക്ഷേ കാലം തെളിയിക്കും ജോസഫിന്റെ നിലപാട് അത് കൃത്യമായിരുന്നുവെന്ന്, മൊർദെഖായിയുടെ നിലപാട് അത് കൃത്യമായിരുന്നുവെന്ന്. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചെറുപ്പക്കാരായിട്ടുള്ളവരൊക്കെ എന്നെ കേൾക്കുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. സ്തോത്രം, നമ്മെ പൗലോസൊക്കെ അടിയുറച്ച ദൈവവിശ്വാസത്തിൽ ബന്ധത്തിൽ കൃത്യതയാർന്ന നിലപാടുകളുള്ളവരായിരുന്നു. നമ്മള് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 20-ാം അധ്യായം 16-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ എഫെസോസിൽ തന്നെ യെരൂശലേമിൽ പെന്തക്കോസ്തിന് മുമ്പ് എത്തണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തില് നമ്മൾ വായിക്കുകയാണ്. എത്ര കൃത്യതയാർന്ന നിലപാടാണ് ഓരോ വിഷയങ്ങളിൽ. 20-16 കഴിയുമെങ്കിൽ പെന്തക്കോസ്ത് നാളേക്ക് യെരൂശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ ആസിയയിൽ കാലതാമസം വരരുതെന്ന് വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണം എന്ന് നിശ്ചയിച്ചിരുന്നു. കണ്ടോ, തന്റെ ഉള്ളിൽ ഒരു നിർണയമുണ്ട്. എവിടെ ചെല്ലണം? പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിൽ കാണും. അതിന് യാത്രയിലാണ്. അപ്പൊ യാത്രയ്ക്ക് കാലതാമസം വരും. കപ്പല് ആസിയ വഴി ഓടിയാൽ, എഫെസോസ് വഴി ഓടിയാൽ യാത്രയ്ക്ക് കാലതാമസം വരും. അപ്പൊ അതുകൊണ്ട് ആസിയയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫെസോസിൽ അടുക്കാതെ ഓടണം എന്ന് നിശ്ചയിച്ചിരുന്നു. ഓരോ വിഷയങ്ങളിൽ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ എപ്പോഴും നിലപാടുകൾ ശ്രദ്ധേയമാണ്. ലക്ഷ്യപൂർത്തീകരണത്തിന് നിലപാടുകൾ വളരെ ശ്രദ്ധേയമാണ്. പൗലോസിന്റെ ഉള്ളിൽ സുവിശേഷത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, മഹാരാജാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് കൃത്യമായൊരു നിലപാടുണ്ട്. അതിനൊന്നും കാലതാമസങ്ങൾ വരുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല. കാലതാമസം വരരുത്, അതുകൊണ്ട് ആസിയിൽ കാലതാമസം വരരുതെന്ന് വിചാരിച്ച് എഫെസോസിൽ അടുക്കാതെ ഓടുവാനായിട്ട് താൻ താല്പര്യപ്പെടുകയാണ്. അതൊക്കെ വലിയ വിഷയങ്ങൾ, അതിലേക്കൊന്നും പോകാതെ അതങ്ങനെ നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ കാലതാമസം വരുത്തുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലക്ഷ്യപൂർത്തീകരണത്തിന് കാലതാമസം വരുത്തുന്ന ഓട്ടങ്ങൾ, ഏതെങ്കിലും കരയുടെ മറ പറ്റിയുള്ള ഓട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഈ സമയം അതിനോട് വിട പറയണം. ചിലതിന്റെ മറകളും ലക്ഷ്യത്തിൽ നമ്മളെ കൊണ്ടെത്തിക്കത്തില്ല. നൂതന സാങ്കേതിക വിദ്യയുടെ വളർച്ചയൊക്കെ നല്ലതാണ്. അഭിമാനിക്കത്തക്ക നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ചത് ഏറ്റവും നല്ലത്. കാലത്തിന്റെ പുരോഗതി, ലോകത്തിന്റെ പുരോഗതി, സയൻസിന്റെ വളർച്ച എല്ലാം നല്ലതാണ്. എല്ലാ ടെക്നോളജികൾ, എല്ലാ സിസ്റ്റങ്ങൾ മോശമെന്ന് എളിയവൻ പറയുന്നില്ല. പക്ഷെ ഒന്ന്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും സംവിധാനങ്ങൾ ദൈവരാജ്യത്തോട് അടുക്കുന്നതിന് കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ, നിത്യതയോട് അടുക്കുന്നതിന് കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം, ചില മറകൾ പറ്റിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് വിട്ടുമാറി ക്രൂശിന്റെ നിഴലിൽ ശരണപ്പെടുവാൻ ഈ രാത്രി ഒരു കർത്തൃദാസന നിഴലിൽ പ്രബോധിപ്പിക്കുകയാണ്. പ്രിയരെ, ശ്രദ്ധിച്ച്, സ്തോത്രം. ആമേ, കാലതാമസം വരരുത് എന്ന് വിചാരിച്ച് താന് എഫെസോസിൽ അടുക്കാതെ ഓടുവാനായിട്ട് അവിടെ താല്പര്യപ്പെടുകയാണ്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല മേഖലകളിലും കാലതാമസം വരുത്തുന്ന എത്രയെത്ര ഇടപാടുകളുണ്ട്. എന്നാൽ ഉറച്ച നിലപാടുകൾ ചില വിഷയങ്ങളിൽ നമുക്കുണ്ട് എങ്കിൽ വളരെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ ദൈവത്തിന്റെ കൈവിടാത്ത പ്രവൃത്തികളും അതിന്റെ മഹത്വവും നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. സ്തോത്രം. നിലപാടുകളാൽ ദൈവരാജ്യത്തിന് വേണ്ടി വ്യത്യസ്തരായി നിൽക്കുവാൻ ദൈവത്താൽ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ, സാധിക്കട്ടെ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അപ്പൊ പെരുമാറ്റം ഹാമാനെ പ്രതി മൊർദെഖായി മാറ്റിയില്ല. താൻ യഹൂദൻ എന്ന് താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യഹൂദനകൾക്ക് നമുക്കറിയാം. ദാനിയേൽ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എബ്രായ ബാലന്മാരെ കുറിച്ച്. അവരുടെ പേരുകൾ മാറ്റുകയാണ്.
ദാനിയേലിനെ കൊണ്ട് പേര് മാറിയ. എന്നിട്ട് രാജാവ് കുടിക്കുന്ന വീഞ്ഞും ഭോജനവും കഴിക്കണം നിർബന്ധം വരിക. പക്ഷേ ഇവരുടെ നിലപാട് കണ്ടു ഈ എബ്രായ ബാലന്മാർ. ഈ വീഞ്ഞും ഭോജനവും കഴിക്കുന്ന എബ്രായർ പലരുണ്ട്. പക്ഷെ പലരിൽ നിന്നും ഈ ചിലർ വ്യത്യസ്തരാണ്. പലരിൽ ഒരാളല്ല ഈ 4 പേർ, പലരിൽ നിന്നും വ്യത്യസ്തരാണ്. എന്നെ കളിക്കുന്ന CA മെമ്പേഴ്സ് ഒക്കെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, അവരൊരു ഉറച്ച നിലപാടെടുത്തു. ഞങ്ങൾക്ക് രാജാവിന്റെ ഭോജനവും വേണ്ട, വീഞ്ഞും വേണ്ട. ആ നിലപാടുകളിൽ ഉറച്ചു നിന്നു. തീയുടെ നടുവിലും സിംഹത്തിന്റെ കുഴിയിലും നിലപാടുള്ളവന് വേണ്ടി തന്റെ സ്വഭാവം ത്യജിക്കാത്ത ദൈവം, നിലപാടുകളുള്ള ദൈവം ഇറങ്ങി വന്നു. എനിക്കും നിങ്ങൾക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി വേളകളിൽ നമ്മുടെ കർത്താവ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി വരണം എന്നുണ്ടെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ, മനുഷ്യനോടുള്ള ബന്ധത്തിൽ, നമ്മുടെ ആത്മീക ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ കൃത്യതയാർന്ന പ്രമാണത്തിൽ അധിഷ്ഠിതമായ നിലപാടുള്ളവരായി നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ, ഒരു സമൂഹത്തിന്റെ രക്ഷയ്ക്ക്, ഒരു ജനതയുടെ രക്ഷയ്ക്ക്, ഒരു ജാതിയുടെ രക്ഷയ്ക്ക് മൊർദെഖായിയെ ഉപയോഗിച്ചതുപോലെ നമ്മെയും ഉപയോഗിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും എന്നുള്ള കാര്യം നമ്മൾ ഈ രാത്രി മറക്കരുത്. ഈ സമയം നമ്മൾ മറക്കരുത്. നമ്മൾ വായിക്കുന്നു, തന്റെ പെരുമാറ്റം മാറ്റിയില്ല. പക്ഷേ മൊർദെഖായിയെ യഹൂദനെ നശിപ്പിക്കുവാൻ ഹാമാനൊരുക്കിയ തന്ത്രത്തിൽ അവന്റെ ഭാര്യ കൃത്യമായ ഒരു പ്രവചനം പോലെ പറയുന്നു. നോക്കിക്കേ, അത് പറയുന്ന ഇപ്രകാരമാണ്: അവനൊരു യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. അടുത്ത അധ്യായങ്ങൾ നമ്മൾ വായിക്കാനായിട്ട് വരുമ്പോൾ 6-ാം അധ്യായത്തിലോട്ടൊക്കെ വരുമ്പോൾ വായിക്കുന്നു, നീ അവന്റെ മുമ്പിൽ വീഴുവാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ ദൈവിക പ്രമാണങ്ങളെ ഞാനും നിങ്ങളും മുറുകെ പിടിച്ചു നിൽക്കുന്ന പക്ഷം, നാം ചിലതിന് മുമ്പിൽ വീഴുകയല്ല, നമ്മുടെ മുമ്പിൽ ചിലത് വീഴുവാനായിട്ട് തുടങ്ങും. പലതിൻ്റെയും മുമ്പിൽ വീണു പോകുന്ന, പലതിൻ്റെയും മറപറ്റി ഓടി ഓട്ടത്തിന് കാലതാമസം വരുന്ന പലരെയും നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുക: നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവ് 33.5 വയസ്സിൽ ഓട്ടം നിർത്തി പൂർത്തീകരിക്കാനുള്ളത്, ചെയ്തെടുക്കാനുള്ളത് സകലതും തീർത്തു, സകലതും തികച്ചു, നിവർത്തി ആയി എന്ന് പറഞ്ഞ്, നിവർത്തി ആയി എന്ന് പറഞ്ഞ് തന്റെ ജീവിത ലക്ഷ്യങ്ങളെ പൂർത്തീകരിച്ചെടുക്കുകയാണ്. എത്ര കൊല്ലം ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, ജീവിച്ചിരുന്ന ആ വയസ്സിനിടയ്ക്ക്, ആ പ്രായത്തിനിടയ്ക്ക് എന്ത് ചെയ്തെടുത്തു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ദൈവം തന്ന ഈ ആയുസ്, ഈ കൊച്ചായുസിനിടയ്ക്ക് ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊച്ചു ജീവിതം കൊണ്ട്, ഈ കൊച്ചു ആയുസ് കൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മളെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, നമ്മുടെ വിളിയെക്കുറിച്ച് ദൈവം ഒരിക്കലും ദുഃഖിക്കുവാൻ ഇടയാവുകയില്ല എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ആത്മീയതയുടെ ലക്ഷ്യങ്ങൾ മാറി, കാഴ്ചപ്പാടുകൾ മാറി, പ്രാർത്ഥനകളുടെ, ആരാധനകളുടെ ലക്ഷ്യങ്ങൾ മാറി. ആത്മരക്ഷ എന്നുള്ളതും പാപമോചനം എന്നുള്ളതും ശാപവിമുക്തി എന്നുള്ളതൊക്കെ മാറി. രോഗസൗഖ്യങ്ങളും മറ്റെന്തൊക്കെയോ അനുഗ്രഹങ്ങളും ഓരോ ഇന്ദ്രജാല പ്രകടനം പോലെ, ഒരു മാസ്മരീകത പോലെ, ജാലവിദ്യ പോലെ, ചെപ്പടി വിദ്യ പോലെ എന്തൊക്കെയായി മാറിപ്പോയിരിക്കുന്ന ഒരു കാലത്തിലാണ്. സ്തോത്രം. യുവതലമുറകളിലൊക്കെ കാഴ്ചപ്പാടിലൊക്കെ മാറി മറിഞ്ഞു വരുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അങ്കളെ, ഞങ്ങൾക്ക് വേണ്ടിയത് വചനമല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് ആരാധനയാണ്, ഞങ്ങൾക്ക് വേണ്ടിയത് പാട്ടുകളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വചനമില്ലാതെ ദൈവമില്ലാതെ മറ്റു പലതിലേക്കും ശ്രദ്ധയെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ ഉറച്ച ആത്മീക നിലപാടുകളുള്ള യുവതികൾ, യുവാക്കന്മാർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ദൈവസഭകൾ, ദൈവദാസന്മാർ കാലോചിതമായി, കാലാനുസൃതമായി
എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തു. തന്റെ 12-ാമത്തെ വയസ്സിൽ ദൈവാലയത്തിൽ വരുമ്പോൾ, ന്യായപ്രമാണം സംബന്ധിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിലപാടുകളിലെ കൃത്യത, തന്റെ ആയുസിന്റെ ഓരോ ദിനങ്ങൾ, തന്റെ ജീവിതം, തന്റെ നിലപാടുകളുടെ കൃത്യത. ശമരിയക്കാരോട് സംസാരിക്കുമ്പോൾ തന്റെ നിലപാടിന്റെ കൃത്യത കാണുന്നു. നോക്കിക്കേ, സൗഖ്യമായവൻ, കുരുട്ട് കണ്ണ് തുറന്നവൻ, അവനെ ഊരിൽ നിന്ന് പുറത്താക്കുമ്പോൾ, പട്ടണത്തിന് പുറത്താക്കുമ്പോൾ കർത്താവിന്റെ നിലപാടുകൾ കാണുന്നു. സക്കായിയുടെ വീട്ടിൽ യേശു ചെല്ലുമ്പോൾ നോക്കിക്കേ, പാപിയായ മനുഷ്യനോടുകൂടെ നിങ്ങളുടെ ഗുരു പോയെന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ നിലപാട് കാണുന്നു. കണ്ണുനീര് കൊണ്ട് കാല് കഴുകി കർത്താവിന്റെ പാദം തുടച്ച സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ നിലപാട് കാണുന്നു. എന്നെ ഓരോ പ്രിയപ്പെട്ട, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രിയരെ, നമ്മുടെ ഗുരു, നമ്മുടെ നാഥൻ തന്റെ ജീവിത കാലഘട്ടത്തിൽ താൻ ഫേസ് ചെയ്ത ഓരോ വിഷയങ്ങളിലും കൃത്യതയാർന്ന നിലപാടുകൾ വ്യക്തമാക്കിയ ഒരാളായിരുന്നു. ആ ഗുരുവര്യന്റെ ശിക്ഷഗണങ്ങളാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കൃത്യതയാർന്ന നിലപാടുകൾ വ്യക്തമാക്കുന്നുവെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, കർത്താവ് നമ്മളെ വാലല്ല തലയാക്കും. ആമേ. അത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്, പ്രവാചകന്മാർക്ക് ഉപയോഗിക്കുന്ന പദമാണ്. എന്ന് യെശയ്യാവിൽ പറഞ്ഞിട്ടുണ്ട്, ആരാണ് തല, ആരാണ് വാല്. സ്തോത്രം. അസത്യം പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വാലിനോട് ഉപമിക്കുകയാണ്. വചനം പ്രമാണിക്കുകയും സത്യത്തെ കാക്കുകയും ചെയ്യുന്ന മൂപ്പന്മാരെ തലയെന്ന് പറയുകയാണ്. എന്റെ പ്രിയരെ, സ്തോത്രം. ഉറച്ച നിലപാടുകൾ ഉണ്ടായിരുന്ന നമ്മുടെ ഗുരുവും നാഥനുമായ കർത്താവ് പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ 3-ാം ദിവസം ഉയർത്തതുപോലെ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ ആരൊക്കെ ഒതുക്കുവാൻ നോക്കിയാലും, ആരൊക്കെ താഴ്ത്തുവാൻ നോക്കിയാലും, ആരൊക്കെ തകർക്കുവാൻ നോക്കിയാലും, അപമാനങ്ങളും നിന്ദകളും വേദനാജനകമായ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിൽ ഫാബ്രിക്കേറ്റ് സ്റ്റോറിയായി ഉണ്ടാക്കിയെടുത്താലും ഒരു കാര്യം നിശ്ചയമായി മനസ്സിലാക്കിക്കൊള്ളണം: നിലപാടുകൾ നമ്മളെ വ്യത്യസ്തരാക്കും, ദൈവോന്മുഖമാക്കി മാറ്റിയെടുക്കും. മറന്നു പോകരുത്, ദൈവാനുരൂപമായി മാറുവാൻ ഓരോ നിമിഷവും നാം കൊതിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ആയിക്കൊള്ളട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വിശുദ്ധ ബൈബിളിലെ പ്രധാനപ്പെട്ട 3 പദങ്ങൾ. സ്തോത്രം. നീതീകരണം, ശുദ്ധീകരണം, വിശുദ്ധീകരണം. നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണെങ്കിൽ. അടുത്ത ഒന്നുണ്ട് ശുദ്ധീകരണം, അത് പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. അടുത്ത വിശുദ്ധീകരണം, ഗ്ലോറിഫിക്കേഷൻ, ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക്, ദൈവത്തിന്റെ നീതിയിലേക്ക്, ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് നമ്മെ നടത്തിയെടുക്കുന്ന അനുഭവമാണ് വിശുദ്ധീകരണം അഥവാ തേജസ്കരണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ പ്രിയ സഹോദരങ്ങളെ ഓർപ്പിച്ച് അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. മൊർദെഖായിയെ കുറിച്ച് പറയുന്നു, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല, പ്രമാണമുള്ളവനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ, സ്തോത്രം, രാവെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ നിൽക്കുവാൻ, പെരുമാറുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, ഇന്നല്ലെങ്കിൽ നാളെ, ഇന്നലകളെ നിയന്ത്രിച്ച ദൈവം, ഇന്നുകളെ നിയന്ത്രിക്കുന്ന ദൈവം നാളുകളെ നിയന്ത്രിപ്പാൻ കഴിയുന്നവനാണ്, ശക്തനാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഉറയ്ക്കുക. പ്രിയോട് പറഞ്ഞു നിർത്തിക്കട്ടെ. സ്തോത്രം. പണ്ട് കാലത്തൊക്കെ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ അവരെ സുഖിപ്പിക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്നത് കൊട്ടാരത്തിലെ പലരുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. രാജാവ് എന്തെങ്കിലും കിണ്ടികിണ്ണങ്ങളൊക്കെ അവർക്ക് കൊടുക്കും. രാജാവ് എന്തെങ്കിലും ഓട്ടുപാത്രങ്ങളോ അല്ലെങ്കിൽ കിഴിപ്പണമൊക്കെ കൊടുക്കും. കുറെ നാളുകൾക്ക് മുമ്പ് നെയ്യാറ്റിൻകര വഴി ഞങ്ങൾ ഇങ്ങനെ പരസ്യങ്ങളൊക്കെ നടത്തി ലഘുലേഖകളൊക്കെ കൊടുത്ത് വീട് വിടാതിനെ കയറി നടക്കുന്ന ഒരു സമയം ഒരു പഴയ കുടുംബത്തിൽ ചെന്നു. അപ്പൊ പറഞ്ഞു, മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഒളിച്ചോടിപ്പോരുന്ന സമയത്ത് ഞങ്ങളാണ് അഭയം കൊടുത്തത്. അപ്പം പിന്നീട് ഒരു മുറി കാണിച്ചു, നിറയെ പല വിധത്തിലുള്ള പാത്രങ്ങളൊക്കെ, പഴയ പാത്രങ്ങൾ, നാണയങ്ങളൊക്കെ രാജാവ് സമ്മാനമായി കൊടുത്തത്. മൊർദെഖായി ചെയ്തതിന് അന്ന് രാജാവ് ഓർത്തിരുന്നെങ്കിൽ, എന്തെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ, ഇതുപോലെ വല്ല കിണ്ടിയോ ഓട്ടുപാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തേനെ, വല്ല ഒരു കിഴി പണമോ വല്ലതും കൊടുത്തേനെ. പക്ഷെ ഒന്നും കൊടുത്തില്ല. മറിച്ച് എന്താ ചെയ്തത്? രാജചരിതം എഴുതുന്ന ദിനവൃത്താന്ത പുസ്തകത്തിൽ താൻ ചെയ്തത് എഴുതി രേഖപ്പെടുത്തി. ഉറക്കം വരാത്ത രാത്രിയിൽ ആ പുസ്തകം എടുത്ത് പരിശോധിക്കുമ്പോൾ നോക്കിക്കേ, രാജാവ് ചോദിക്കുന്ന, ആരെവിടെ?
അടിയൻ മുഖം കാണിക്കാൻ നിൽക്കുക ഹാമാൻ. രാജാവ് ബഹുമാനിക്കുക പുരുഷൻ എന്നാ ചെയ്യണം? അവൻ വിചാരിച്ച് ഞാനല്ലാതെ ആരാ? ഞാൻ ആദ്യം തുടക്കത്തിൽ കാര്യം പറഞ്ഞു, സ്വാർത്ഥത, സെൽഫിഷ്, സ്വയപ്രശംസ, അത് തകർച്ചയുടെ, പതനത്തിന്റെ ഏറ്റവും പ്രാമുഖ്യം അർഹിക്കുന്ന ഒന്നാണ്. ഹാമൻ വിചാരിച്ച് ഞാനല്ലാതെ ആരാണ്? ഞാൻ 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 എന്നെ പോലെ പ്രാർത്ഥിക്കുന്ന, എന്നെ പോലെ ആരാധിക്കുന്ന, എന്നെ പോലെ കാര്യങ്ങളെ ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുന്ന ആള് വേറെ ആരാണ്? ഞാൻ. ഉടനെ രാജാവ് പറഞ്ഞു, ആ മോർദെഖായിക്ക് ഇതെല്ലാം ചെയ്തേരെ, നീ തന്നെ വിളിച്ചു പറഞ്ഞേരെ. നോക്കിക്കേ പ്രിയരെ, സ്വയപ്രശംസ, ഞാൻ എന്നുള്ള ഭാവം, സ്വാർത്ഥത, അത് നമ്മളെ കുനിയിക്കും, അത് നമ്മളെ വീഴിക്കും. എന്നെ കേൾക്കുന്ന യൗവനക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിൽ പ്രസിദ്ധരും ലോകത്തിൽ ഉന്നതരുമായ ഒരു തലമുറ കെട്ടിപ്പടുക്കപ്പെടേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിലേക്ക് നയിക്കപ്പെടുവാനും ഒരുക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ സഭകൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, പ്രിയ പിതാവേ, സ്വാർത്ഥതയില്ലാത്തൊരു ജീവിതം നയിപ്പാൻ ദൈവം എനിക്ക് കൃപ തരണമേ. മോർദെഖായി അറിവ് കൊടുത്തത് എന്തെങ്കിലും കിട്ടണമെന്ന് കരുതിയല്ല, എന്തെങ്കിലും ലഭിക്കണമെന്ന് കരുതിയല്ല. ഇന്ന് പല ആളുകളും കർത്താവിനും ദൈവരാജ്യത്തിനു വേണ്ടി ചെയ്യുന്നത്, രാജ ഒന്ന് വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8, ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന നിലകളിലാണ് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ല പ്രിയരെ, സ്വാർത്ഥതയില്ലാതെ, തിരിച്ചൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ, ഉപാധികൾ കൂടാതെ, വ്യവസ്ഥകൾ വെക്കാതെ നമ്മെ കാൽവറിയിലൂടെ സ്നേഹിച്ച് സ്നേഹം വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ മഹാരാജാവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്നെയും കൊണ്ടും നിങ്ങളെയും കൊണ്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നമ്മുടെ മഹാരാജാവ്, നമ്മുടെ കർത്താവ് നിസ്വാർത്ഥമതികളെ കൈവിടത്തില്ല, തള്ളിക്കളയത്തില്ല. ഏത് പൊട്ടക്കുഴിയാണെങ്കിലും, ഏത് കാരാഗ്രഹമാണെങ്കിലും തമ്പുരാൻ അവരെ അതിൽ നിന്ന് പൊക്കിയെടുത്തിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറ, നമ്മുടെ മിനിസ്ട്രി, സഹോദര, നിന്റെ ഫ്യൂച്ചർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ആത്മീക വിഷയങ്ങളിൽ, പ്രാർത്ഥനാ വിഷയങ്ങളിൽ, നിന്റെ ഫ്യൂച്ചർ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ, ഓരോരോ മേഖലകളിൽ കൃത്യതയാർന്ന നിലപാടുകളിൽ ദൈവം മുമ്പാകെ ഉറച്ചു നിൽക്കാൻ മനസ്സുണ്ടോ, താല്പര്യമുണ്ടോ? ജോസഫിന്റെ നിലപാട് കണ്ടു. ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യത്തില്ല. പോത്തിഫറിന്റെ വീട്ടിൽ അവന് സുഖിച്ചു വാഴാം. പോത്തിഫറിന്റെ വീട്ടിൽ അവന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പാപത്തിന് മുമ്പിൽ കണ്ണടയ്ക്കാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. അവനവിടുന്ന് ഓടി അകലുകയാണ്, ഓടി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ചില നിലപാടുകൾ ചില ഇടങ്ങളിൽ നിന്ന് ഓടി മാറേണ്ടതായിട്ട് വരുന്നതായിരിക്കും. ആ ഒരു നിലപാട് ഓടി മാറി. കാത്തിരുന്നത് കാരാഗ്രഹമാണ്. പക്ഷെ കാരാഗ്രഹത്തിനപ്പുറത്ത് കുതിരയെ പൂട്ടിയ ഒരു രഥം തന്റെ മുമ്പിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ, CAയിലെ പ്രിയപ്പെട്ടവർ, സഭയിലെ പ്രിയപ്പെട്ടവർ, വിവിധ ഡിവൈസുകളെ ശ്രദ്ധിക്കുന്നവർ, ബലമുള്ള കാലുകളാണ് ചിലയിടങ്ങളിൽ ഓടി മാറാൻ എനിക്ക് നിങ്ങൾക്കുമുള്ളതെങ്കിൽ എന്നെയും നിങ്ങളെയും കാത്ത് ദൈവത്തിന്റെ വലിയ പ്രതിഫലങ്ങളുണ്ട്. മറക്കരുത്, നിലപാടുകൾ നമ്മളെ വ്യത്യസ്തരാക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഞാൻ എന്റെ വാക്കിലോട് വിരാമം ഇടട്ടെ. സ്തോത്രം. അടുത്ത വായിക്കുന്ന നമ്മൾ 9:4 മോർദെഖായി ആകാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ അവൻ മഹാനായി. അവൻ മേൽക്കുമേൽ മഹാനായി. അവന്റെ കീർത്തി സകല സംസ്ഥാനം പരന്നു. കീർത്തി പരത്താൻ അവൻ ശ്രമിച്ചില്ല, കീർത്തിമാനാകാൻ ആഗ്രഹിച്ചില്ല. പക്ഷെ ദൈവം തമ്പുരാൻ ഒരുവനെ ഉയർത്തിയപ്പോൾ, നിലപാടുള്ളവനെ മാനിച്ചപ്പോൾ അവന്റെ കീർത്തി പരക്കാൻ തുടങ്ങി. പരത്തിയതല്ല, പരന്നതാണ്. ഇന്ന് പലരും സ്വന്തം പേര് കീർത്തി പരത്തുകയാണ്. സ്വയമായിട്ടൊക്കെ ഫ്ലക്സ് ഒക്കെ എടുത്തു വെച്ച് പ്രിന്റ് ചെയ്ത് അടിച്ച് അവിടെ ഇവിടെ കൊണ്ട് വെക്കുകയാണ്. സ്വന്തമായിട്ട് വാർത്തകൾ എഴുതിക്കുകയാണ്. പെയ്ഡ് ന്യൂസുകൾ തയ്യാറാക്കുകയാണ്. പെയ്ഡ് പോസ്റ്റുകൾ തയ്യാറാക്കുകയാണ്. PR വർക്കുകൾ ചെയ്യിക്കുകയാണ്. തങ്ങളുടെ പ്രൊമോഷന് വേണ്ടി പല കാര്യങ്ങൾ കാട്ടിക്കൂട്ടുകയാണ്. അബദ്ധജടിലമായ അനുഭവം. ഇതെല്ലാം കാണുന്ന കണ്ണുകൾ എന്നെ കേൾക്കുന്ന ആത്മീകരോട് കൃത്യതയോടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിസ്വാർത്ഥരായി, നിശബ്ദമായി
കർത്താവിന് മുമ്പാകെ എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ദർശനത്തിന് വിളിക്കുമനുസരിച്ച് ആത്മാക്കൾ രക്ഷയെ മുൻനിർത്തി, ദൈവരാജ്യ താല്പര്യത്തെ മുൻനിർത്തി, മഹാരാജാവിനുള്ള സ്നേഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നിശ്ചയം പ്രതിഫലം വീതിക്കുന്ന നാളിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരികയില്ല. ഉയർത്തിപ്പിടിച്ച ശിരസുമായി പായുന്ന ചില കുതിരകളെയല്ല കർത്താവിന് വേണ്ടിയത്. താഴ്ത്തിയ ശിരസുമായി നടക്കുന്ന ചില കഴുതകളെ കർത്താവിന് ആവശ്യമുണ്ട്. അതിന്റെ പുറത്ത് കയറുവാൻ, അതിന്മേൽ യാത്ര ചെയ്യുവാൻ ദൈവത്തിന് ആവശ്യമുണ്ട്. ഈ രാത്രി നമുക്കൊന്ന് സമർപ്പിതരാകാൻ കഴിയുമോ? ഈ മൊർദെഖായിയെ കുറിച്ച് പറയുന്നു, അവൻ സ്വന്തം ജനത്തിന് ഗുണകാംക്ഷിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒടുവിലത്തെ അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ വായിക്കുകയാണ്. സഹോദര സംഘത്തിൽ ഇഷ്ടനും സ്വജനത്തിന് ഗുണകാംക്ഷിയും തന്റെ സർവവംശത്തിനും അനുകൂലവാദിയും ആയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാൻ എന്റെ വാക്കുകളുടെ വിരാമം ഇടട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കേൾക്കുന്ന വചനങ്ങൾ, ധ്യാനിക്കുന്ന വചനങ്ങൾ നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. സ്തോത്രം. നാം രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളും ലോകവും നമ്മളെ രൂപാന്തരപ്പെടുത്തും. അത് ദൈവാനുരൂപമായിട്ടായിരിക്കത്തില്ല, അത് ലോകാനുരൂപമായിട്ടായിരിക്കും. എന്നാൽ കേൾക്കുന്ന ആലോചനകളും ധ്യാനിക്കുന്ന വചനങ്ങളും കേൾക്കുന്ന ദൈവശബ്ദങ്ങളും പ്രാപിക്കുന്ന വെളിപ്പാടുകളും ദർശനങ്ങളും എന്നെയും നിങ്ങളെയും കിട്ടുന്ന ദൈവം നമുക്ക് തരുന്ന ആത്മനിയോഗങ്ങൾ രൂപാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്നു എങ്കിൽ ഞാനും നിങ്ങളും മാറുന്നത് ദൈവാനുരൂപമായിട്ടായിരിക്കും. ലോകാനുരൂപരായിട്ട് മാറാനല്ല, ജഡത്തിന്റെ അനുരൂപരായിട്ട് മാറാനല്ല, ആത്മീകരായിട്ട് മാറാൻ, ദൈവാനുരൂപമായി മാറാൻ, താനിരിക്കുന്ന ഇടത്ത് നാമം ഇരിക്കേണ്ടവരാകിയാൽ ആ ബോധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവം എന്നെ ശ്രദ്ധിച്ച ഓരോ പ്രിയപ്പെട്ടവരെയും പ്രാപ്തരാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ എളിയദാസൻ പ്രാർത്ഥിക്കുകയാണ്. ജീവിത പ്രതിസന്ധികൾക്കിടയിൽ, ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ബദ്ധപ്പാടുകൾക്കിടയിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള ബദ്ധപ്പാടുകൾക്കിടയിൽ എന്റെ പ്രിയരെ, മറക്കരുത് നിലപാടുകൾ, മറക്കരുത് പ്രമാണം, മറക്കരുത് ആരെന്നുള്ള ബോധ്യം. ഞാനും നിങ്ങളും ആരെന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ നിശ്ചയമാണ് ആത്മീക നന്മകൾ മാത്രമല്ല, ഭൗതിക നന്മകളും ശാരീരിക സൗഖ്യങ്ങളും ഒക്കെ നൽകി നമ്മുടെ കർത്താവ് നമ്മളെ നടത്തും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എളിയദാസന്റെ ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ, 2012 മുതൽ അനുഭവിച്ച ക്യാൻസറിന്റെ പ്രയാസം, തൊണ്ടയ്ക്ക് നേരിട്ട ശബ്ദം നിന്നുപോയ പ്രയാസം, ഒട്ടനവധി അനുഭവങ്ങൾ, മുഖാമുഖമായി കണ്ട പല മേഖലകൾ, അവിടെയൊക്കെ നിർത്തിയ ദൈവത്തിന്റെ കൃപയെ നന്നായി അറിയുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് എന്റെ പ്രിയോട് പറയട്ടെ, ജീവിതത്തിന്റെ ഏതൊരവസ്ഥകളിലും നമ്മളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ലോകം എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് സംസാരിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ നിലപാടുകൾ ഉറച്ചതാണെങ്കിൽ, വിശുദ്ധ ബൈബിൾ ഒരുപാട് ആളുകൾ ഉദാഹരണം പറയാനുണ്ട്, ഒന്നും പോകുന്നതിന് നിർത്തുന്നു. നമ്മുടെ ദൈവം നമ്മളെ കൈവിടത്തില്ല. നമ്മുടെ ദൈവം നമ്മളെ ഉയർത്തും. നമ്മുടെ ദൈവം നമ്മളെ മാനിക്കും. നമ്മുടെ ആയുസ് കൊണ്ട് തികച്ചെടുക്കേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്, ചെയ്യേണ്ടത് ഒന്നും ബാക്കി വെക്കാതെ നല്ലവനും വിശ്വസ്തമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾ വിരാമെടുക്കും. കർത്താവിന്റെ വായിലെ വാക്കുകൾ, എന്റെ ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ എന്നും എളിവൻ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളും ശോധന ചെയ്യപ്പെടുന്ന ഒരു ദിവസം, കർത്താവിന്റെ മുൻപാകെ ഞാൻ നിങ്ങൾ നിൽക്കപ്പെടേണ്ട ഒരു ദിവസമുണ്ട്. അത് മറന്നുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം ആയിരിക്കരുത്. ആ കൃത്യതയാർന്ന ബോധ്യത്തോടെ നമ്മുടെ മുൻപിലെ ഓട്ടം ഓടുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ, സാധിച്ചാൽ അതിനുള്ള ശ്രേഷ്ഠവും അതിനുള്ള അനുഗ്രഹവും മറ്റൊന്നില്ല എന്ന് ഓർമ്മിക്കും. നമുക്ക് ഒരുങ്ങാം, ഉണരാം നമ്മുടെ കർത്താവിന്റെ